അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. സൗദി അറേബ്യ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ആവശ്യം ഉന്നയിക്കുന്നില്ല. അവർക്ക് അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഇല്ല എന്നാണ് പരസ്യമായി ട്രംപ് നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ആ ചോദ്യവും ഉത്തരവും നമുക്ക് ഇങ്ങനെ കേൾക്കാം. No. The Saudis demanding a Palestinian state? No, they're not. Nope. Are they demanding a path towards a Palestinian state or any other recognition? Everybody's demanding one thing. You know what it is? Peace. We want peace. We want people to stop being killed. But everybody's demanding one thing. Very simple, peace. And he wants peace also. സൗദി അറേബ്യ അങ്ങനെ ഒരു ഫലസ്തീൻ രാഷ്ട്രം ആവശ്യപ്പെടുന്നില്ല. എല്ലാവർക്കും സമാധാനമാണ് വേണ്ടത്. സമാധാനത്തിന് വേണ്ട തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന നെതന്യാഹു അദ്ദേഹവും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്രംപ് പറയുകയാണ്. എന്തായിരുന്നാലും ഇത്രയും കാലം സൗദി അറേബ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് 1967 അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ നോർമലൈസേഷൻ കരാറിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രഹസ്യമായ ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കൊന്നും തന്നെ സൗദി അറേബ്യ എതിരല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ജോർദാനിലേക്കും അതുപോലെ ഈജിപ്തിലേക്കും ഫലസ്തീനുള്ളവരെ നാട് കടത്തുക എന്നതാണ്. അതിനെ ജോർദാനും അതുപോലെ തന്നെ ഈജിപ്തും സമ്മതിച്ചിട്ടില്ല. അവർ പൂർണ്ണമായ രൂപത്തിൽ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അവരത് ചെയ്യും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇല്ല എന്ന് അവർക്ക് എന്നോട് പറയാൻ കഴിയില്ല. അത് ജോ ബൈഡനോട് പറഞ്ഞേക്കാം, പക്ഷെ എന്നോട് അവർ ഇല്ല എന്ന് പറയില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനി ഒരു പക്ഷേ ഈ ഈജിപ്തിനെ കൊണ്ടും ജോർദാനെ കൊണ്ടും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് മധ്യവർത്തിയായി ഈ അമേരിക്ക മുന്നിൽ വെക്കുന്നത് സൗദി അറേബ്യ ആയിരിക്കും. മാത്രമല്ല അവർക്ക് യഥേഷ്ടം പണവും മറ്റുമൊക്കെ ഓഫർ ചെയ്ത് അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും ഒരുപക്ഷെ നടത്തുക. പക്ഷെ ആര് തീരുമാനിച്ചാലും ഗസയിലെ ജനങ്ങൾ ഉറച്ച തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ ഗസയിലെ ആളുകൾ പറയുന്നത്. ഞങ്ങൾ ഇവിടെ വിട്ടുകൊണ്ട് ഒരിടത്തേക്കും പോവുകയില്ല, ഞങ്ങൾ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ പോവുകയില്ല, ഞങ്ങൾ പിറന്ന മണ്ണാകുന്ന ഞങ്ങളുടെ ഗസയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് ട്രംപ് ഈ ഒരു ചർച്ചയ്ക്കിടയിൽ തന്നെ മറ്റൊരു ഗുരുതരമായ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഗസ ഞങ്ങൾ പിടിച്ചടക്കും, അവിടെ അമേരിക്കൻ സൈനികരായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെയുള്ള എല്ലാ ഫലസ്തീനികളെയും മറ്റൊരു ഇടത്തേക്ക് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റും. അതിനുശേഷം ഗസയിൽ ഉണ്ടാവുക അമേരിക്കയായിരിക്കുമെന്നാണ്. അമേരിക്കയ്ക്ക് അവിടെ എണ്ണ സമ്പത്തുണ്ട്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഒരു ഇടം അവർക്ക് സ്വതന്ത്രമായി മറ്റേത് രാഷ്ട്രത്തിനും ഉള്ളിലും അല്ലാതെ അവർക്ക് സ്വതന്ത്രമായി ലഭിക്കുക എന്നത് അമേരിക്കയുടെ അഭിലാഷമാണ്. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഫലസ്തീൻ നിൽക്കുന്ന ഈ ഏരിയ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇസ്രയേലും മറ്റൊരു ഭാഗത്ത് അമേരിക്കയും ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള മറ്റു രാഷ്ട്രങ്ങളെയെല്ലാം ഒതുക്കുക എന്നത് വളരെ സിമ്പിളായ കാര്യമാണ് എന്ന ഒരു സ്വപ്നമാണ് ഈ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ മുന്നിലുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള നീക്കം നടത്തുമെന്ന് പരസ്യമായി ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരു നിരക്കുമുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. എന്നാൽ ഗസയിലെ ജനങ്ങൾ അതിന് തയ്യാറാവുക ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. അവർക്ക് ഏത് ഓഫറുകൾ നൽകിയാലും അവർ ആ തീരുമാനത്തിലേക്ക് എത്തുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.